നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്റർ ഫോർത്ത് ചാപ്റ്റർ ഡിറ്റർമിനന്റ് ആണ്. ഡിറ്റർമിനന്റിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു 3 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ് ആണ്. അത് 1-2 മാർക്കുകളിലൊക്കെ ആവാം. പിന്നെ വരുന്നത് 6 മാർക്കിന്റെ ഒരു ചോദ്യം. 6 മാർക്കിന്റെ മെജോറിറ്റി 90% സൊല്യൂഷൻ സിസ്റ്റം സൊല്യൂഷൻ തന്നെയാണ്. x = a ഇൻവേഴ്സ് × b എന്നുള്ള ചോദ്യം തന്നെ ആയിരിക്കണം 6 മാർക്കിന്റെ ചോദിക്കേണ്ടത്. അങ്ങനെ മൊത്തം ഈ ചാപ്റ്ററിൽ നിന്ന് 15 മാർക്കാണ്. പിന്നെ എന്താ വെച്ചാൽ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഒരു പ്രോബ്ലം ചോദിക്കും. പ്രോപ്പർട്ടീസ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ല, ഞാൻ എടുത്തതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും R1 ചേഞ്ചസ് ടു R2 എന്ന് ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് 1-2 പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്നതാണെങ്കിൽ അത് ചെയ്യായിരിക്കും. ഒന്ന് ഓടിച്ചു വിടുക. അതിനുവേണ്ടി ഒരുപാട് സമയം നമ്മൾ കളയരുത്. പ്രോപ്പർട്ടീസ് എളുപ്പമുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ 1-2 സ്റ്റെപ്പ് എഴുതാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ 3 മാർക്കിൽ 1 മാർക്കോ 1.5 മാർക്കോ കിട്ടിയാലോ. അപ്പോൾ നമ്മൾ കേട്ടതാണ്, ഒരു തവണ നമ്മൾ കേട്ട കാര്യങ്ങളായതുകൊണ്ട് പുതുതായിട്ട് പഠിക്കുന്ന കുട്ടികൾ എടുക്കണമെന്ന് ഞാൻ പറയില്ല, അല്ലാത്തവര്. അപ്പൊ ഇത് ഫോക്കസ് ഏരിയയിൽ നിന്നല്ല 15 മാർക്കും ഈ ചാപ്റ്ററിന് ചോദിക്കുക. ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ കൂടി ഉൾപ്പെടും. പ്രോപ്പർട്ടീസ് ഉണ്ടാവും, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഉണ്ടാവും. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതും ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതാണ്. അത് നിങ്ങൾ നോക്കിക്കോളൂ. കൊളീനിയാരിറ്റി ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ പറഞ്ഞു വരുമ്പോൾ ചെയ്യാം അല്ലെ. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പൊ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാലോ. ഓർഡർ 1 ആണെങ്കിൽ അതിന്റെ വാല്യൂ അത് തന്നെയാണ്, a എന്നുള്ള വാല്യൂ തന്നെയാണ്. മെട്രിക്സ് ഓഫ് ഓർഡർ 2 എടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ആദ്യം ഇത് തന്നെ എടുക്കണം. ചിലരെ തെറ്റിച്ചിട്ട് ഇങ്ങനെ എടുക്കണ്ട, ഇങ്ങനെയല്ല, ഇങ്ങനെ എടുക്കണം. ഇതാണ് a11 × a22 മൈനസ്, മുകളിലേക്ക് എടുക്കുമ്പോൾ അത് മൈനസ് ആയിട്ട് തന്നെ എടുക്കണം. ഇപ്പൊ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 2 × 2 4 മൈനസ് വീണ്ടും ഈ 2 നമ്പേഴ്സ്, അപ്പൊ -1 × 4. അപ്പൊ എത്ര വരും? 2 × 2 4. ഓൾറെഡി മൈനസ് ഉണ്ട്, പിന്നെ ഇതിലും ഒരു മൈനസ് വരുമ്പോൾ +4 8. അതാണ് 2/2ന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേഷൻ. അപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ സിമ്പിൾ പ്രോബ്ലംസ് ആണ്. മേ ബി ഇതൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ടാവുന്നതാണ്, ചെറിയ 1 മാർക്കിന്റെ 2 മാർക്കിന്റെ ഒക്കെ ആയിട്ട്. 3/3 ഓർഡറുള്ള മെട്രിക്സുകൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് പല സ്ഥലത്തും ഉപയോഗിക്കേണ്ടതാണ്. വെക്ടർ ക്രോസ് പ്രൊഡക്റ്റിൽ ഡിറ്റർമിനന്റ് എക്സ്പാൻഷൻ വരുന്നുണ്ട്. അതുപോലെ ഏരിയ ഓഫ് ട്രയാങ്കിളിലും ഇത് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് ഓർഡർ 3 ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ കോളം വെച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് എടുക്കേണ്ടത്? a11 ഇൻറ്റു ആ റോയും കോളം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. മൈനസ് അടുത്ത എലമെന്റ്, രണ്ടാമത്തെ എലമെന്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന്റെ സഫിക്സ് നോക്കിയിട്ടാണ് ഈവൺ നമ്പേഴ്സിന് പോസിറ്റീവും ഓഡ് നമ്പേഴ്സിന് നെഗറ്റീവും സിമ്പിൾ കൊടുത്തിട്ട് വേണം ആ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അത് നമ്മൾ വീണ്ടും മൈനർ ആൻഡ് കോഫാക്ടർ പഠിച്ചതിന് ശേഷം ഓരോന്നിന്റെ മൈനർ എങ്ങനെ കണക്കാക്കുന്നു, അപ്പൊ അത് ഉപയോഗിച്ചിട്ട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഡിറ്റർമിനന്റ് എക്സ്പാൻഷൻ. എനി റോ അല്ലെങ്കിൽ എനി കോളം വെച്ചിട്ട് നമുക്കത് എക്സ്പാൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ റോ 1 റോ 2 ഒക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ റോ 2 എടുക്കുമ്പോൾ ആദ്യം മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്. കാരണം a21 a22 a23 അപ്പൊ നമ്മൾ മെജോറിറ്റി അതിലേക്ക് ബുദ്ധിമുട്ടുണ്ടാ. ഫസ്റ്റ് റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇതിലെല്ലാ കോളം റോ വെച്ചിട്ടുള്ള എക്സ്പാൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഡിറ്റർമിനന്റ് അതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലുള്ള പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കുക. ഈ പ്രോബ്ലം നോക്കുക. ഫൈൻഡ് വാല്യൂസ് ഓഫ് x ഫോർ വിച്ച്. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എക്സിന്റെ വാല്യൂ എങ്ങനെയാണ്? അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്തിട്ട് തന്നെ വേണം, അല്ലാതെ കറസ്പോണ്ടിങ് എലമെന്റ്സ് പോലെ മെട്രിക്സ് പോലെ x = 2 x = 4 എന്ന് എഴുതിയ തെറ്റിപ്പോവും. ഇത് ഡിറ്റർമിനന്റ് ആണ്, വാല്യൂ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സസൈസ് 4.1 കുറച്ച് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ പിന്നെ അതിൽ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇതിലെ മെട്രിക്സ് നമ്മൾ പുറത്തേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ എലമെന്റ്സിലും കോമൺ ആയിട്ട് വേണം. ഡിറ്റർമിനന്റിൽ അങ്ങനെയില്ല. ഒരു റോ അല്ലെങ്കിൽ ഒരു കോളത്തിൽ കോമൺ ആയി എലമെന്റ് ഉണ്ടായാൽ നമ്മൾ അതിനെ പുറത്തെടുക്കും. അത് എവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നോക്കട്ടെ. ഞാൻ അത് ഈ ഒരു പ്രോബ്ലം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഡിറ്റർമിനന്റ് 3a = 27 × a എന്നാണ്. എന്ന് വെച്ചാൽ ഓരോ റോയിൽ നിന്നും 3 പുറത്തേക്ക് എടുക്കണം. അപ്പൊ 3³ 27. അപ്പൊ ഇവിടെ നോക്കൂ, ഷോ ദാറ്റ് ഡിറ്റർമിനന്റ് 2a = 2² × 4a. അപ്പൊ a ഒരു nth ഓർഡർ ഡിറ്റർമിനന്റ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് k എന്ന് പറഞ്ഞാൽ k⁻n × ഡിറ്റർമിനന്റ് a. അത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ചോദിക്കാൻ സാധ്യതയുണ്ട് ആ ടൈപ്പ് ചോദ്യം.
ഡിറ്റർമിനന്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ഒരു റോയിലോ അല്ലെങ്കിൽ ഒരു കോളത്തിലോ കോമൺ ആണെങ്കിൽ ഔട്ട് സൈഡ് എടുക്കാം. ഇവിടെ നോക്കുക 2/2 മെട്രിക്സ് ആണ്. ഡിറ്റർമിനന്റ് 2a 2 സ്ക്വയർ ഇൻറ്റു ഡിറ്റർമിനന്റ് a. ഇവിടെ a 3/3 ഡിറ്റർമിനന്റ് 3a is equal to 3 ക്യൂബ് 3 അല്ലേ, അപ്പൊ 3 പുറത്തെടുത്തു. ഓക്കെ, ദെൻ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസിന് ഇപ്പൊ അധികം ഒന്നും പറയുന്നില്ല, ജസ്റ്റ് വേണമെങ്കിൽ പറയാം. ഒരേപോലെ റോയും കോളം വരികയാണെങ്കിൽ 0 വാല്യൂ വരും എന്നുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് സൈൻ വരും. അതുപോലെ ട്രാൻസ്പോസ്, അതായത് ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റും എയുടെ ഡിറ്റർമിനന്റും ഡിറ്റർമിനന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ് ആണ്, രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, അങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങളാണ് ഇതിലുള്ളത്. 2 റോ അല്ലെങ്കിൽ കോളം ഇന്റർചേഞ്ച് ചെയ്താൽ ചിഹ്നം മാറും. 2 റോ ഒരു കോളം ഒരുപോലെ വന്നാൽ 0, 2 റോ അല്ലെങ്കിൽ 2 കോളം പ്രപ്പോർഷണൽ ആയാൽ ഡിറ്റർമിനന്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 0. ഒരു റോയിലോ കോമൺ ആയി കഴിഞ്ഞാൽ അത് നമുക്ക് പുറത്തെടുക്കാം. കണ്ടോ, KA1 KB1 KC1, അതാണ് നേരത്തെ പറഞ്ഞത്. K അപ്പൊ 3 എണ്ണത്തിലും കോമൺ ആണെങ്കിൽ 3 പ്രാവശ്യം അതിനെ പുറത്തേക്ക് എടുക്കുന്നു. K ക്യൂബ്. അങ്ങനെ പ്ലസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഡിറ്റർമിനന്റിനെയും പ്ലസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ്. ഇത് ഫോക്കസ് ഏരിയയിൽ ഇല്ല, എന്നാലും ഒരു വരിയോ 2 വരിയോ നമുക്ക് എഴുതാൻ പറ്റും. കണ്ടു, ഇത് നിസ്സാര പ്രോബ്ലം. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ABC A+2x B+2y C+2z 2ആക്കി മാറ്റുകയാണ്. ഇവിടെ AX BB ഉണ്ടോ, ആദ്യം ഇതിനെ മാത്രം സ്പ്ലിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ABC XYZ കോമൺ. രണ്ടാമത്തെ റോയില് ഒരെണ്ണത്തില് ABCയും, അപ്പൊ രണ്ടാമത് എഴുതുമ്പോൾ 2x 2y 2z. ഇവിടെ നോക്കൂ, ഈ 2 എണ്ണം ഒരുപോലെ വന്നു. സോ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട 0. ഇവിടെ നോക്കൂ, 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ XYZ 0. കണ്ടോ, അത്രയും സിമ്പിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. 3 മാർക്കിന്റെ ചോദ്യമാണ് പ്രോപ്പർട്ടീസ് എന്ന് വരിക, ഷുവറായിട്ടും ചോദിക്കും. അങ്ങനെ സിമ്പിൾ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ഓക്കെ നിങ്ങൾ കളഞ്ഞോളൂ, അല്ലാത്തത് ഒന്ന് ട്രൈ ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് നിങ്ങളുടെ യുക്തത്തിന് ഞാൻ വിട്ടുതന്നിരിക്കുകയാണ്. ചെയ്യേണ്ടവർക്ക് ചെയ്യാം, എളുപ്പമുള്ളത് ചെയ്യാന്നാണ് എൻ്റെ ഒരു സജഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. A is a square matrix of order 3/3, then determinant KA equal to, എന്താ ഉത്തരം വരിക? 3/3 ആയതുകൊണ്ട് K ക്യൂബ്. ഓക്കെ, ഇതിൽ ഏതാണ് കറക്റ്റ്? ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സ് ആണോ? അല്ല. നമ്പർ അസോസിയേറ്റഡ് ടു എ മെട്രിക്സ്, നമ്പർ അസോസിയേറ്റഡ് ടു എ സ്ക്വയർ മെട്രിക്സ്, ഇതാണ് C ആണ് കറക്റ്റ് ഉത്തരം. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് 3 വെർട്ടീസസ് എന്ന് പറയുമ്പോൾ ഇത് എന്തായാലും ചെയ്തോളൂ, കാരണം ഡിറ്റർമിനന്റ് എക്സ്പാൻഷൻ നമ്മൾ പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് ഏരിയ വിടണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x1 y1 1 x2 y2 1 x3 y3 1. അപ്പോൾ ഏരിയ കാണുമ്പോൾ നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ അത് പോസിറ്റീവ് ആക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. അത് എക്സ്പാൻഡ് ചെയ്ത ഏരിയ ആയി. പോയിന്റ്സ് കൊളീനിയർ ആണെങ്കിൽ 3 കൊളീനിയർ പോയിന്റ്സ് ആണെങ്കിൽ ഏരിയ 0 ആയിട്ടും കിട്ടും. ഓക്കെ, 2-3 പ്രോബ്ലം ചെയ്ത് നോക്കിയ കാര്യം മനസ്സിലാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിന് ചോദിക്കുന്നത് ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഇതാണ്, ലൈനിന്റെ ഇക്വേഷൻ ആണ്. ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഒരു XY 0 എന്നുള്ള പോയിന്റും കൂടി ഉൾപ്പെടുത്തിയാൽ മതി. അപ്പോൾ XY 1 എന്ന് കൊടുക്കുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സിലും വൈയിലും ഉള്ള ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ എക്സും വൈയും വാല്യൂ ആയിട്ട് അവിടെ വരും. അപ്പൊ അത് ലൈനിന്റെ ഇക്വേഷൻ ആയിട്ട് ഫോം ചെയ്യും. കൊളീനിയർ പോയിന്റ്സ് ആവുമ്പോഴാണ്. അപ്പൊ ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് എന്ന് പറയുമ്പോൾ മൂന്നാമതൊരു പോയിന്റ് XY ആയിട്ട് എടുക്കുക. XY ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ എക്സിന്റെ വൈയുടെയും വാല്യൂ അറിയില്ല. നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതില് എക്സ് ഈക്വൽ ടു 0 ആണല്ലോ, കൊളീനിയർ ആണല്ലോ, അപ്പൊ ലൈൻ ആണല്ലോ. എക്സും വൈയും അവിടെ ഉണ്ടാവും. എക്സും വൈയും വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് ലൈനിന്റെ ഇക്വേഷൻ. അപ്പൊ ഈ ക്വസ്റ്റിനും ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നുള്ളത് മിസ് ചെയ്യേണ്ട. ഒരു 2 മാർക്കിന്റെ ചോദ്യം അവിടെ നിന്ന് എന്തായാലും പ്രതീക്ഷിക്കാം, കാരണം 15 മാർക്കാണ് ഇതിലുള്ളത്. ഈ എക്സസൈസ് വെറുതെ ഒന്ന് നോക്കി വിട്ടാൽ മതി, ചെയ്യാൻ പറ്റുന്നതാണ്. മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ്. മൈനേഴ്സ് അറിയാം, ഒരു 1 എടുക്കുകയാണെങ്കിൽ 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളം ഒഴിവാക്കുക, ബാക്കി വരുന്ന ഡിറ്റർമിനന്റ് ആണ് മൈനർ എന്ന് പറയുന്നത്. അതിന്റെ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ സൈൻഡ് മൈനർ ആണ്. M11 ആണെങ്കിൽ പോസിറ്റീവ് വരും, 1 + 1 2. അതേസമയം M23 എന്ന് പറയുമ്പോൾ ഇതാരുടെയാണ്? 6 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോ തേർഡ് കോളം 2 3 5. അപ്പൊ അത് ഒഴിവാക്കുമ്പോൾ വരുന്ന ഡിറ്റർമിനന്റ് 1 2 7 8. 1 × 8 - 14, 8 - 14 - 6. അത് കോഫാക്ടർ എന്ന് പറയുമ്പോൾ അതിന് ചിഹ്നം കൊടുക്കുക. കോഫാക്ടർ ഓഫ് an element Aij denoted by capital Aij defined as -1 × I + j Mij. Signed minor is the cofactor. നമ്മൾ ഇത് പഠിച്ചിട്ടാണെങ്കിൽ ഡിറ്റർമിനന്റ് എക്സ്പാൻഷൻ എളുപ്പമാണ്. അതിന്റെ കുറച്ച് ഫോർമുലാസ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ ഡെൽറ്റ മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്തിട്ട്
ഇതിൽ നോക്കിക്കോളൂ. A11 എന്നുള്ള എലിമെന്റ് എടുത്ത് അതിന്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ പ്ലസ് A12 കറസ്പോണ്ടിങ് കോഫാക്ടർ പ്ലസ് A13 ഇൻറ്റു കറസ്പോണ്ടിങ് കോഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ അതാണ് ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മളൊരു റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞു A11. പിന്നെ വരുന്ന A11 എന്ന് പറഞ്ഞാൽ അതിന്റെ കോഫാക്ടർ ആണ്. സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് എലിമെന്റ്സ് ഓഫ് R1 വിത്ത് ദയർ കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ്. ഈ കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ് അല്ല, അടുത്ത റോയിലെ കോഫാക്ടേഴ്സ് ആണെങ്കിൽ ദാറ്റ് വാല്യൂസ് ഈസ് ഈക്വൽ ടു 0 ആണ് കിട്ടുക. ഇത് A11 അതിന്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ, A12 അതിന്റെ കോഫാക്ടർ, അങ്ങനെ എടുത്തപ്പോഴാണ് നമുക്ക് ഈ വാല്യൂസ് കിട്ടിയത്. ഇനി ഇഫ് എലിമെന്റ്സ് ഓഫ് എ റോ ഓർ കോളം ആർ മൾട്ടിപ്ലൈഡ് വിത്ത് കോഫാക്ടേഴ്സ് ഓഫ് എനി അതർ റോ ഓർ കോളം, വേറെ ഏതെങ്കിലും, ഇപ്പൊ ഞാൻ A11ന്റെ കൂടെ അടുത്ത റോയിലെ A21 എടുത്തു, A12 A22 പ്ലസ് A13 A23 എടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ 0 ആയിരിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. കണ്ടോ, A11 A21 പ്ലസ് A12 A22 പ്ലസ് A13 A23 എന്ന് പറഞ്ഞാൽ അത് 0 ആയിരിക്കും. അതുപോലെ A11 A31 പ്ലസ് A12 A32 പ്ലസ് A13 A33 അതും 0 തന്നെയാണ് വരിക. ഓക്കെ, ഇനി മൈനസ് ആൻഡ് കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അഡ്ജോയിന്റ് ആണ്. അഡ്ജോയിന്റ് ആൻഡ് ഇൻവേഴ്സ്. അഡ്ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫാക്ടർ അതായത് ഓരോ എലിമെന്റ്സിന്റെയും കോഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ കോഫാക്ടർ മെട്രിക്സ് ഉണ്ടാക്കാൻ പറ്റും. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ്. അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് ഇസ് ദ ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. 2/2ന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഇതിന്റെ ജോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വേറെ ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അഡ്ജോയിന്റ് എ എന്ന് പറഞ്ഞാൽ 4 - 3 - 1 2 അഡ്ജോയിന്റ് എ. നോക്കൂ, ഇതും ഇതും തമ്മിലൊരു ബന്ധമില്ലേ എന്ന്. ഈ ഡയഗണൽ എലമെന്റ്സിനെ ഞാൻ ഒന്ന് തിരിച്ചിട്ടു, ബാക്കിയുള്ളതിനെ ചിഹ്നം മാറ്റി. കണ്ടോ എങ്ങനെയാ അഡ്ജോയിന്റ് ഈ ഒരു 2/2ന്റെ അഡ്ജോയിന്റ് കാണാൻ. ഇപ്പൊ ഈ ഇവിടെ 2 3 1 4 ആണ്. അത് 4 - 3 ആൻഡ് -1 2. A11 A12 A21 A22 ആണെങ്കിൽ A22 - A12 A21 A22 ഇത് അവിടെ കാണിച്ചിരിക്കുന്നു. ഇത് ഇന്റർചേഞ്ച് ചെയ്യുന്നു, ബാക്കിയുള്ളതിന്റെ ചിഹ്നം മാറ്റുന്നു, അഡ്ജോയിന്റ്. ഓക്കെ, പിന്നെ ഈ തിയറി ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ, വൺ വേർഡിന് ഉപകരിക്കും. A into adjoint A is equal to adjoint A into A equal to determinant A into I. ഓക്കെ, അതുപോലെ തന്നെ സ്ക്വയർ മെട്രിക്സ് സിംഗുലർ ആണെങ്കിൽ സ്ക്വയർ മെട്രിക്സ് A is said to be singular. ഡിറ്റർമിനന്റ് A is equal to 0. ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ അതിനെ സിംഗുലർ മെട്രിക്സ് എന്നാണ് പറയുക. അതുപോലെ ഡിറ്റർമിനന്റ് A നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറയും. അപ്പൊ നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ 0 ആവാൻ പാടില്ല. അപ്പൊ ഇത് 0 ആണ് സിംഗുലർ മെട്രിക്സ്. ആ സിംഗുലർ നോൺ സിംഗുലർ എന്നുള്ള ഡെഫിനിഷൻ മറക്കരുത്, അത് ഓർക്കുക. ഇനി അടുത്തൊരു ഡെഫിനിഷൻ പറയുന്നത് എയും ബിയും നോൺ സിംഗുലർ മെട്രിക്സസ് ഓഫ് ദ സെയിം ഓർഡർ. എ ബിയും ബി എയും നോൺ സിംഗുലർ ആയിരിക്കും അതേ ഓർഡറിൽ. പിന്നെ adjoint A into A, determinant A into I, this is equal to, ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് തിയറം വരുന്നുണ്ട്. എയുടെ ഓർഡർ 3 ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് adjoint A എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് A സ്ക്വയർ ആണ്. ഇതിൽ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഞാൻ, ഇതിൽ പ്രൂഫ് പറയുന്നില്ല. adjoint A, determinant of adjoint A, determinant A square ആണ്. A square matrix of order n ആണെങ്കിൽ determinant adjoint A is equal to determinant A raised to n-1 ആണ്. ഇനി നമ്മൾ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് അന്ന് തിയറി ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ്. ഇപ്പൊ നിങ്ങൾ ഈ ഫോർമുല മാത്രം ഓർത്താൽ മതി. A is invertible, A inverse is equal to adjoint A divided by determinant A ആണ്. adjoint A divided by determinant A, ഇമ്പോർട്ടന്റ് ഫോർമുല. അപ്പൊ 2/2ന്റെ adjoint കാണാൻ നമ്മള് ഫസ്റ്റ് മെട്രിക്സ് എന്ന ചാപ്റ്ററിൽ റോ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചിട്ട് ഇൻവേഴ്സ് കാണാന്നുള്ളൊരു ചോദ്യം ഷുവർ ആണ്. 2 മാർക്കിന്റെ ഒരു ചോദ്യം 100% ഉറപ്പായിട്ട് വരുന്നതാണ്. അപ്പൊ അവിടെ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്തില്ലെങ്കിലും നമുക്ക് ഈ റൂൾ ഉപയോഗിച്ചിട്ട് അത് ഇൻവേഴ്സ് കണ്ടുവെക്കാം. അപ്പൊ അവിടെ 1 മാർക്ക് കിട്ടും. നമ്മളധികം സമയം പോവില്ല. അപ്പൊ adjoint A എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക, മറ്റേ ചിഹ്നം മാറ്റുക, അതിനെ ഡിറ്റർമിനന്റ് A കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ ഈ അഡ്ജോയിന്റും ഇൻവേഴ്സ്, അഡ്ജോയിന്റ് എ ഇൻവേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻവേഴ്സ് നമുക്ക് ഇവിടെ നിങ്ങൾ ചെയ്ത് പഠിച്ചില്ലെങ്കിലും സൊല്യൂഷനിൽ ചെയ്യാവുന്നതാണ്. ഈ പ്രോബ്ലംസ്, ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തോളൂ. പിന്നെ ഈ ടൈപ്പില് a² - 4a + i = 0 ഈ ടൈപ്പ് പ്രോബ്ലംസും ചോദിക്കാൻ സാധ്യതയുണ്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇതില് ഈ ടൈപ്പ് ഈ a² - 5a പിന്നെ ab all inverse = അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. a³ അങ്ങനെ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, അത് ഉണ്ടാവില്ല. ക്യൂബിക്ക് വേണ്ട. ഇവിടെ നോക്കൂ, ഈ 17ാമത്തെ വൺ വേർഡ് ഡിറ്റർമിനന്റ് എയുടെ ഓർഡർ 3/3 ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഒന്ന് കുറച്ചിട്ട് ഡിറ്റർമിനന്റ് a² ആണ്. ഓക്കെ, നെക്സ്റ്റ് അപ്ലിക്കേഷൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൊല്യൂഷൻ. ഇത് ഡയറക്റ്റ് പ്രോബ്ലം എന്തായാലും വരും. ഇങ്ങനെ ഒരു സിസ്റ്റം തന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന് ax = b എന്ന് എഴുതാം. a എന്ന് പറഞ്ഞ കോഫിഷ്യന്റ് മെട്രിക്സ് ആണ്, x എന്ന് പറഞ്ഞ വാരിയബിൾ മെട്രിക്സ് ആണ്, b എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് മെട്രിക്സ് ആണ്. അപ്പൊ നമുക്ക് x = നിങ്ങൾ ഇതൊന്നും എഴുതണ്ട, x = a ഇൻവേഴ്സ് × b ആണ്. a ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, അഡ്ജോയിന്റ് a ബൈ ഡിറ്റർമിനന്റ് a. ഇങ്ങനെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ സാരസ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ എഴുതിയിട്ട് ഒരു വേറെ മെത്തേഡും കൂടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് അതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് സിമ്പിൾ തോന്നുന്നു. എ ഇൻവേഴ്സ് കാണാൻ a ഇൻവേഴ്സ് × b ചെയ്യാം. അപ്പോൾ ഈ പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാർക്കിന്റെ ഷുവർ ആയിട്ട് ഇതുപോലത്തെ ചോദിക്കും. ഈ ചാപ്റ്ററിൽ നിന്ന് 6 മാർക്ക് ക്വസ്റ്റ്യൻ സൊല്യൂഷൻ തന്നെ ആയിരിക്കണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രോപ്പർട്ടി ആവില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് ചെയ്ത് പഠിച്ചോളൂ. എന്തായാലും മോഡലിന് ചോദിച്ചില്ലെങ്കിലും പബ്ലിക് എക്സാമിന് മസ്റ്റാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ വിടണ്ട. 15 മാർക്കാണ് ടോട്ടൽ. അതിൽ 3 മാർക്ക്, ഒരു 5 മാർക്കോളം നമ്മൾ ഫോക്കസ് ഏരിയയുടെ പുറത്തുനിന്ന് പ്രതീക്ഷിക്കണം. ബാക്കി 10 മാർക്ക് ഇതിൽ നിന്ന് ഷുവറാണ്. പിന്നെ നമുക്ക് ഇനി ഇതിലെ ഫോക്കസ് പോയിന്റിലുള്ള സംഭവങ്ങൾ ഡിറ്റർമിനന്റിൽ നോക്കാം. ഡിറ്റർമിനന്റിന്റെ അതിൽ പറയുന്നുണ്ട്, അതിനകത്തൊക്കെ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഈ നോട്ട്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ ഇതിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം. പിന്നെ സൊല്യൂഷൻ സിസ്റ്റം കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ സിംഗുലർ നോൺ സിംഗുലർ എന്നുള്ള കണ്ടീഷൻ, സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റൻസി, ഡിറ്റർമിനന്റ് a ≠ 0 ആണെങ്കിലാണ് കൺസിസ്റ്റൻസി വരുന്നത്. അത് നോക്കിക്കോളൂ. പിന്നെ ഈ പ്രോബ്ലംസ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് x1 1x = 15 ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. വേറെ പ്രോബ്ലം ഒന്നും ഇല്ല, നിങ്ങൾക്ക് കിട്ടും എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ് ഈ പ്രോബ്ലംസ്. ഇവാലുവേറ്റ് cos² - sin² cos² sin² = 1. ഇവിടെ എക്സിന്റെ വാല്യൂ കാണാൻ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഇക്വേഷൻ വരും, സോൾവ് ചെയ്യാം. പിന്നെ ഡിറ്റർമിനന്റ് a അഡ്ജോയിന്റ് a ഇത് വെരിഫൈ ചെയ്യാൻ നമുക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ പറയുന്നുണ്ട് അഡ്ജോയിന്റ് കാണാൻ വേറെ ഇതൊന്നും നോക്കണ്ട. 2/2 അഡ്ജോയിന്റ് കാണാൻ മൈനർ കോഫാക്ടറിലേക്കുള്ള പോക്കൊന്നും വേണ്ട, നേരിട്ട് എഴുതുക. ഇന്റർചേഞ്ച് ഡയഗണൽസ് ആൻഡ് ചേഞ്ച് ദ സൈൻ ഓഫ് അതർ 2 എലമെന്റ്സ്. ഇത് ഡയഗണൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ബാക്കിയുള്ളതിന്റെ ചിഹ്നം മാറ്റുക. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ചെയ്ത് നോക്കാം. ഇൻവേഴ്സ് ഓഫ് ഇതിന്റെ ഇൻവേഴ്സ് കാണാൻ അഡ്ജോയിന്റ് എഴുതുന്നു, അതിന്റെ ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സിമ്പിൾ. ഇതുപോലെയാണ് എലിമെന്ററി ട്രാൻസ്ഫോർമേഷനിൽ ചോദ്യം വരിക. അപ്പോഴും നിങ്ങൾ ഇപ്പോൾ കണ്ടു, ഒരു R1 ചേഞ്ചസ് ടു R1 ഒരു 1/2 മാർക്ക്, പിന്നെ ഇതിന്റെ ഡയറക്റ്റ് ഇൻവേഴ്സ് കാണുമ്പോൾ 1 മാർക്ക്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ചോദിക്കാം. 2-3 പ്രോബ്ലംസ് പഠിച്ചിട്ട് എക്സാമിനേഷന് പോവാം. ഓക്കെ, സിസ്റ്റം ax = b ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിലും ചെയ്തതാണ്. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ എന്തായാലും ചെയ്ത് പഠിച്ചിട്ട് പോവാം. കണ്ടോ, ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഡയറക്റ്റ് ചോദ്യങ്ങൾ തന്നെയാണ്. ഇത് സിംഗുലർ ആണെങ്കിൽ എക്സ് കാണാൻ പറയണ്ട, ഒരു വെറൈറ്റി ചോദ്യമാണ് 10ാമത്തെ. പെട്ടെന്ന് മറന്നു പോകും. a സിംഗുലർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് a 0 ആണ്. -4 - 2x = 0 2x = -4 x = -2. ഓക്കെ, ബാക്കിയുള്ളതൊന്നും ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, 15 മാർക്കാണ് ഈ ചാപ്റ്ററിന്. ഒരു 10 മാർക്ക്